ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന, ഗുജറാത്തിൽ മാത്രം അറിയപ്പെടുന്ന കുറച്ച് BJP സർക്കിളിൽ മാത്രമുള്ള ഒരാൾ എങ്ങനെ ഒരു നാഷണൽ ഗ്ലോബൽ ലീഡറാക്കാം, അതാണ് ഇവിടുത്തെ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അന്ന് ശിവരാജ് സിംഗ് ചൗഹാനും ഒരു മൂന്നാം ടൈമിന് വേണ്ടി നിൽക്കുകയാണ്. അതെ, അന്ന് സുഷമ സ്വരാജ് ഉണ്ട്, അരുൺ ജെയ്റ്റ്ലി ഉണ്ട്, അതെ ഒരുപാട് പേരുണ്ട്. അന്നേരം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു പ്രൊജക്ഷനാണ് ആവശ്യമുണ്ടായിരുന്നത്. അന്നേരം അത് അതെ, ആ രീതിയിലാണ് പ്രശാന്ത് കിഷോർ അതിനെ കണ്ടതെന്ന് വേണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾ, അന്നേരം ഇപ്പം സുമോദിന് ഓർമ്മയുണ്ടായിരിക്കും, ഉദാഹരണത്തിന് 2014 അല്ലെ 2013 ആകുമ്പം വൈബ്രന്റ് ഗുജറാത്ത് എന്ന് ഭയങ്കര സംഭവമാണ്. പക്ഷെ അന്ന് അന്നേരം അത് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പ്രസംഗം നടത്തി പോകുന്ന രീതിയാണ്. എന്നാൽ അതിനുശേഷം നടന്ന കുറേ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം ആണ് എന്ന് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പല പരിപാടികളിലും പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നരേന്ദ്രമോദി വന്ന് 6-7 മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. യൂത്ത് സമ്മിറ്റുകളുണ്ടായി, മന്ദൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം അങ്ങനെ ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഒരു ലൈനിലോട്ട് ഒരാളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റാണ് അന്ന് പ്രശാന്ത് കിഷോർ ചെയ്തത്. അക്കാര്യത്തിൽ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആളായിരുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി 2014 അധികാരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തെളിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം.